22 വർഷം പൂർത്തിയാവുകയാണ്. നെല്ലിയാശ്ശേരിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന ബാലസംഘത്തിൻ്റെ ചർക്കൽ താലൂക്ക് സ്ഥാപക നേതാവായും വായനശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കയ്യെഴുത്ത് മാസിക ആരംഭിച്ചപ്പോൾ അതിൻ്റെ എഡിറ്ററായി എല്ലാം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പൊതു പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള സഖാവ് ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും എതിരായിട്ടുള്ള പോരാട്ടത്തോടൊപ്പം സൂര്യാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള പോരാട്ടത്തിലെ അണിനിരന്ന പിന്നീട് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായി പാർട്ടി BB അംഗമായി 11 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് എണ്ണമറ്റ നിരവധി സമര പോരാട്ടമുഖത്ത് അദ്ദേഹം തന്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചതായി നമുക്കെല്ലാം അറിയാം. പോരാള സമരത്തിലും കയ്യൂർ സമരം കരിവള്ളൂർ സമരത്തിലുമെല്ലാം തൻ്റെതായിട്ടുള്ള നേതൃത്വം വഹിച്ചിട്ടില്ല. പിടികിട്ട പുള്ളിയായതുകൊണ്ട് മാത്രം കേസിൽ ശിക്ഷിക്കപ്പെടാതെ ദീർഘകാലം ഒളിവിലും ജയിലിലും കഴിഞ്ഞ് വളർന്നു വന്നിട്ടുള്ള സഖാവ് ആധുനിക കേരളം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ജനങ്ങളെ അവകാശബോധമുള്ളവരാക്കി മാറ്റിയെടുക്കുന്നതിലെല്ലാം ഒരു ജീവിതകാലം മുഴുവൻ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ പിന്നീട് ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടം നടത്തിക്കൊണ്ടാണ് 2024 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണം ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരം കാര്യങ്ങൾ സുസ്ഥിരമായി പ്രതിപാദിക്കുമെന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക. ഈ 22ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെല്ലാം പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും എല്ലാമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. വിജയേട്ടനെ പാർട്ടിക്ക് വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കുറേ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് EP ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. സഖാവ് എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിന് ഇവിടെ എത്തിച്ചേരും. സഖാവിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് KK രാഗേഷ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. സഖാവ് രാഗേഷിനെയും പാർട്ടിക്ക് വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് TV രാജേഷ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർ ആയിട്ടുള്ള സഖാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നായനാരുടെ മക്കൾ സുദേശിയും ഉഷയും വിനോദവുമെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ചില സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും നേതാക്കളെയും ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സംഘാടന സമിതിയുടെ ചെയർമാനും പാർട്ടി ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് നായനാട്ടോട് അഭ്യർത്ഥിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, സഖാവ് നായനാരുടെ ഓർമ്മ പുതുക്കുന്ന ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് പിണറായിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഖാക്കളെ, സഹോദരി സഹോദരനെ, സഖാവ് നായനാരുടെ ഉജ്ജ്വലമായ സ്മരണ കേരളമാകെ ഇന്ന് പുതുക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഈ ഒരു ദിവസം മാത്രമല്ല നായനാരെ കേരളം ഓർക്കാറുള്ളത്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ കേരളീയ സമൂഹം വിവിധ സാഹചര്യങ്ങളുടെ ഭാഗമായി ഓർക്കാറുണ്ട് എന്നതാണ് വസ്തുത. സംഭവബഹുലമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. എല്ലാ നാട്ടിലെ പാവപ്പെട്ടവർക്കും ജനങ്ങൾക്കും വേണ്ടി ഉള്ളതായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമര പോരാളിയായിരുന്നു ജീവിതത്തിലുടനീളം നായനാർ. ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിട്ടാണ് അദ്ദേഹത്തെ പൊതുവെ വിലയിരുത്തിയിരുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രിയങ്കരനായ നേതാവുമായിരുന്നു അദ്ദേഹം. ഭരണാധികാരി എന്ന നിലക്ക് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കുതകുന്ന ഒട്ടേറെ മാറ്റങ്ങൾക്കും പദ്ധതികൾക്കും നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബഹുജന പാർട്ടിയാക്കി ഉയർത്തുന്നതിന് ജീവിതത്തിലുടനീളം അഹോരാത്രം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയെല്ലാമുള്ള സഖാവ് എല്ലാ തരത്തിലും കേരളത്തിലെ ജനങ്ങളുടെ എക്കാലത്തെയും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവായി മാറി എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. രണ്ട് ദശാബ്ദത്തിലധികമായി സഖാവ് നായനാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ കാലയളവിൽ നായനാരുടെ കൂടി പാത പിന്തുടർന്നുകൊണ്ടാണ് CPIM പാർട്ടി സംഘടനാ രംഗത്തും ബഹുജന രംഗത്തും പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നായനാരെ പോലുള്ള അതുല്യരായ പാർട്ടി നേതാക്കന്മാരുടെ വിയോഗം വലിയ തോതിൽ തന്നെ പാർട്ടിയെ ബാധിച്ചിരുന്നു. ആ വിയോഗങ്ങൾ ഉണ്ടാക്കിയ കനത്ത നഷ്ടം കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവർ കാണിച്ചു തന്ന മാതൃകയിലൂടെ നികത്താനാണ് CPIM ശ്രമിച്ചത്. ആ ശ്രമം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇത്തവണ നായനാരുടെ സ്മരണ നാം പുതുക്കുമ്പോൾ കേരളത്തിലും രാജ്യത്താകെയും പ്രത്യേകമായൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. അത്
ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് ഓരോ ആരുടെയും ഓരോ കുടുംബത്തിൻ്റെയും ജീവിതം തള്ളി നീക്കപ്പെടുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ പല അടുക്കളകളെയും വലിയ തോതിൽ പ്രയാസപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ആവശ്യമായ പിന്തുണ ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ആളുകളെ നിരാശരാക്കും. ദേശീയ തലത്തിലുള്ള നടപടികൾ ഇതിനെല്ലാം ആക്കം കൂട്ടുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതിൽ കൃഷിക്കാർ വൻതോതിൽ